അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കൊക്കെ കേട്ടു പരിചയമുള്ള ഒരു ഹദീസിന്റെ സനദിന്റെ നിജസ്ഥിതിയാണ്. ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി റഹ്മത്തുള്ളാഹ് നബിദിനം ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞ തെളിവിന് അപ്പുറത്ത് മറ്റൊരു തെളിവും കൂടി ഈ നബിദിനാഘോഷത്തിന് പറയുന്നുണ്ട്. ആ ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയായതിന് ശേഷം സ്വന്തത്തിനെ തൊട്ട് അഖീഖ അറുത്തിട്ടുണ്ട്, അതൊരു ആഘോഷമാണ്, അതുകൊണ്ട് നബിദിനം ആഘോഷിക്കാം എന്നതാണ് തെളിവ്. അപ്പൊ ഈ ഒരു വിഷയം വരുമ്പോ പൊതുവെ ചില ആളുകൾ ഈ ഹദീസ് ബാത്തിലാണ്, തെറ്റാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ തെറ്റാണെന്ന് പറയുന്ന അവസരത്തിൽ അവർ കൊണ്ടുവരുന്ന ഉദ്ധരണി ഇമാം നവവി റളിയല്ലാഹുവിന്റെ മജ്മൂഇലുള്ള ഉദ്ധരണിയാണ്. ഒരു ഭാഗികമായ ശരി അതിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും പൂർണ്ണമായി നമ്മൾ ആ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാ തുറക്കിലൂടെയും ആ ഹദീസ് ദുർബലമാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില റാവികൾ വന്ന ഹദീസുകളിൽ, ചില ദുർബലരായ റാവികൾ വന്ന ഹദീസുകളിലാണ് ഈ ഹദീസ് ദുർബലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാത്ത പല തുറക്കുകളിലേക്കും സ്വീകാര്യതയും സഹിയായ സനദും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഞാൻ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ തെളിവ് അത് വഹാബികൾ അംഗീകരിക്കുന്ന അൽബാനി, ഷെയ്ഖ് അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് സഹിഹ എന്ന ഗ്രന്ഥമാണ്. അദ്ദേഹത്തിന് പല ഗ്രന്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ട്. സിൽസിലത്തുൽ അഹാദീസ് ലഈഫ ഉണ്ട്, അതുപോലെ തന്നെ സഹീഹുൽ ജാമി സഗീർ, അതുപോലെ ലഈഫുൽ ജാമി സഗീർ എന്ന് പറഞ്ഞുകൊണ്ട് സഹീഹും ലഈഫിനും വേർതിരിക്കുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ 2726 ഹദീസായിട്ട് അവർ ഉദ്ധരിക്കുന്നത് അഖ അൻ നഫ്സിഹി ബഅദമാ ബുഇസ നബിയ എന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം നഫ്സിനെ തൊട്ട്, സ്വന്തം ശരീരത്തെ തൊട്ട് അഖീഖ അറുത്തിട്ടുണ്ട് നബിയായി അയക്കപ്പെട്ടതിന് ശേഷം. ആ ഹദീസ് പറഞ്ഞതിന് ശേഷം പറയാണ് റുവിയ മിൻ ത്വരീഖൈനി അൻ അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് രണ്ട് ത്വരീഖിലൂടെയാണ്, രണ്ട് വഴികളിലൂടെയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഹദീസ്, ഒന്നാമത്തെ ത്വരീഖ് എന്ന് പറയുന്നത് അൻ അബ്ദുല്ലാഹി ബിനുൽ മുഹറർ അൻ ഖതാദ അൻ അനസ്. അബ്ദുല്ലാഹി ബിൻ മുഹറർ എന്ന് പറയുന്ന ദുർബലനായ റാവിയിലൂടെ പോകുന്ന ഒരു ഹദീസാണ്. രണ്ടാമത്തെ ഹദീസ് അനിൽ ഹൈസം ബിൻ ജമീൽ. ഹൈസം ബിൻ ജമീൽ എന്ന റാവിയാണ്. അബ്ദുല്ലാഹി ബിൻ മുസന്ന റളിയല്ലാഹു അൻഹു സുമാമത്തിനെ തൊട്ട് അവർ അനസിനെ തൊട്ട് ഇങ്ങനെ പോകുന്ന മറ്റൊരു ഹദീസ്. ഇങ്ങനെ രണ്ട് രൂപത്തിലുള്ള ഹദീസാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് ഞാൻ വായിക്കുന്നത് സിൽസിലത്തുൽ ഹദീസിന്റെ ഉദ്ധരണിയാണ്. എന്നിട്ട് ഒന്നാമത്തെ ഹദീസ്, ഈ ദുർബലമായ ഹദീസിനെ ഉദ്ധരിച്ചത് അബ്ദുൾ റസാഖ് മുസന്നഫിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ ളുഅഫായിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ബസ്സാർ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു അദി കാമിലിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ബസ്സാർ പറയുന്നു തഫറദ ബിഹി അബ്ദുല്ലാഹ് ബിൻ മുഹറർ. അബ്ദുല്ലാഹ് ബിൻ മുഹറർ ആണ് ഇവിടെ ഒറ്റപ്പെട്ടിട്ടുള്ളത്. വഹുവ ലഈഫുൻ ജിദ്ദൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ജർഹ് ചെയ്യാണ്. ഇബ്നു അസ്ഖലാനി അവരുടെ തൽഖീസുൽ ഹബീറിലും ഈ ഹദീസ് മുൻകറാണെന്നും അബ്ദുല്ലാഹ് ബിൻ മുഹറർ ലഈഫുൻ ജിദ്ദൻ ആണെന്നും പറയുന്നുണ്ട്. അതിൽ നമുക്ക് തർക്കമില്ല. ഇനി രണ്ടാമത്തെ ത്വരീഖ് അദ്ദേഹം തന്നെ പറയാണ്. ഈ രണ്ടാമത്തെ പറഞ്ഞ ആ ഹദീസ് അഖ്റജഹു ത്വഹാവി ഫി മുഷ്കിലുൽ ആസാർ. ഇമാം ത്വഹാവി മുഷ്കിലുൽ ആസാർ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ത്വബറാനി അൽ മുഅ്ജമുൽ ഔസത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അളിയാഉൽ മഖ്ദിസി മുഖ്താറയിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ് ഖുൽതു, ഞാൻ പറയുന്നു വഹാദ ഇസ്നാദുൻ ഹസനുൻ, ഇത് നല്ല ഇസ്നാദാണ്, സനദാണ്. റിജാലുഹു മിമ്മൻ ഇഹ്തജ്ജ ബിഹിമുൽ ബുഖാരി ഫി സ്വഹീഹ്. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ആരെക്കൊണ്ടാണോ തെളിവ് പിടിച്ചത് ആ തെളിവ് പിടിച്ച റിജാലുകളൊക്കെ, ആളുകളൊക്കെ, റാവികളൊക്കെ ഈ സനദിൽ ഉണ്ട്. ഗൈറൽ ഹൈസം ബിൻ ജമീൽ, ഹൈസം ബിൻ ജമീൽ ഒഴികെ.
അവർ ഈ ഹദീസിൽ ഉണ്ട്, പക്ഷെ അത് ബുഖാരിയിലുള്ള സ്വഹീഹിലുള്ള റിജാലല്ല, റജുലിൽപ്പെട്ട ആളല്ല. എന്നിട്ട് പറയാണ് ഹൈസം ഇബ്നു ജമീൽ എന്ന ആള് വഹുവ സിഖത്തുൻ ഹാഫിദുൻ വഹുവ മിൻ ശുയൂഖിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ ഷെയ്ഖന്മാരിൽ പെട്ട ആളാണ്, ഹാഫിളാണ്, സിഖത്ത് വിശ്വസ്തനാണ്. ഈ ഹദീസിന്റെ റിവായത്ത്. എന്നിട്ട് ഹൈസം എന്നവരിൽ നിന്നും ഈ ഹദീസ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു ഉദ്ധരിച്ചതായിട്ട് പറയുന്നുണ്ട്. ഖല്ലാൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുമുണ്ട്. തുടർന്ന് അൽബാനി പറയാണ് വമിനൽ അജീബി അൻ ഉത്ബിഅ ഹാദിഹി ത്വരീഖു ബിത്വരീഖിൽ ഉല. ഈ രണ്ടാമത്തെ ത്വരീഖിനെ ആദ്യത്തെ ത്വരീഖത്തിനോട് ചേർക്കൽ വല്ലാത്ത അത്ഭുതം തന്നെയാണ്, ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഇന്ന് ചില ആളുകൾ എടുക്കുന്ന പണിയെ കുറിച്ചാണ് പറഞ്ഞത്. വലം യുതഅറദ ലിഹാദിഹി ഹാദ ത്വരീഖ് ബിത്തളഈഫ്. ഈ രണ്ടാമത്തെ ത്വരീഖിനെ ദുർബലമാക്കുന്നതിലേക്ക് ഒരാളും വെളിവിട്ടിട്ടില്ല. എന്നിട്ട് ഇമാം ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ ഫതുഹുൽ ബാരിയുടെ മുഖദ്ദിമയിൽ പറഞ്ഞ് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ദീർഘമായ ചർച്ചയിൽ അവസാനം പറയാണ് എന്നാണ് ഇത്തരം ആക്ഷേപകാർക്കുള്ള ഇമാം നവവി റളിയല്ലാഹു അൻഹു എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ആൾക്കുള്ള ആക്ഷേപം മറുപടി വഇദാ തബയ്യന ലക മാ തഖദ്ദമ മിന തഹ്ഖീഖ്. നിനക്ക് ഞാൻ ഇതുവരെ പറഞ്ഞ ഈ തഹ്ഖീഖ് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലഹറ ലക അന്ന ഖൗലൻ നവവി ഫിൽ മജ്മൂഇ ഹാദാ ഹദീസുൻ ബാത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം നഫ്സിനെ തൊട്ട് അഖീഖ അറുത്തു എന്ന് പറഞ്ഞത് ബാത്തിലാണെന്ന് പറഞ്ഞ നവൈമാവിന്റെ വാക്ക് അന്നഹു ഖറജ മിൻഹു, അത് നേരത്തെ പറഞ്ഞ ആദ്യ ത്വരീഖിൽ നിന്നാണ് തഖ്രീജ് ചെയ്തിട്ടുള്ളത്. ദൂനൻ നവരി ഫി ത്വരീഖി സാനി, രണ്ടാമത്തെ ത്വരീഖിലേക്ക് നോക്കിയിട്ടല്ല. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നുൽ മുസന്നയെ കുറിച്ചും ഉള്ള അവസ്ഥയും നോക്കിയിട്ടല്ല. അതുപോലെ തന്നെ ഇതിന് സമാനമായ ഇസ്മായിൽ എന്ന ആളുടെ റിവായത്ത് ഇതിന് മുതാബഅത്തായിട്ട് ഇതിനൊരു ശക്തിയായിട്ടുണ്ട്, അതും നോക്കിയിട്ടല്ല ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാണ് അൽബാനി. ശേഷം ഇമാം ഹൈസമി അവരുടെ മജ്മുഉ സവാദിൽ പറഞ്ഞതായിട്ട് പറയുന്നു. റവാഹുൽ ബസ്സാർ, ഈ ഹദീസ് ബസ്സാർ ഉദ്ധരിച്ചിട്ടുണ്ട്, ത്വബറാനി ഔസത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ത്വബറാനിയുടെ റിജാലുകൾ, ഈ ഹദീസിന്റെ സനദിലുള്ള ആളുകൾ റിജാലു സ്വഹീഹ് സ്വഹീഹ് ബുഖാരിയുടെ ആളുകളാണ്. ഖലൽ ഹൈസം ബിൻ ജമീ വഹുവ സിഖത്ത്, നേരത്തെ പറഞ്ഞത് തന്നെ ഹൈസമി അവരെ മജ്മുഉൽ സവാദിൽ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുകയാണ്. ശേഷം പറയാണ് വൽ ഹദീസു ഖവ്വാഹു അബ്ദുൽ ഹഖ് ഫിൽ അഹ്കാം. അൽ അഹ്കാം എന്ന ഗ്രന്ഥത്തിൽ അബ്ദുൽ ഹഖ് ഈ ഹദീസിനെ ശക്തിപ്പെടുത്തിയിട്ടുമുണ്ട്. വഖദ് ദഹബ ബഅദു സലഫി ഇലൽ അമലി ബിഹി, ഇങ്ങനെ അമൽ ചെയ്യാൻ സലഫുകളിൽ നിന്ന് ചില അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അൽബാനി അവരുടെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിലുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതാണ് ഞാൻ നിങ്ങൾക്ക് തന്നെ ഈ ആക്ഷേപിക്കുന്നവർക്ക് തന്നെ അവലംബമായ ഷെയ്ഖ് അൽബാനിനെ അദ്ദേഹത്തിന്റെ കിതാബിൽ നിന്ന് ഉദ്ധരിക്കാൻ കാരണം. ഇനി മറ്റൊരു പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം അവരുടെ തുഹ്ഫത്തുൽ വദൂദ് എന്ന ഗ്രന്ഥത്തിൽ ബി അഹ്കാമിൽ മൗലൂദ് കുട്ടികളുമായി ബന്ധപ്പെട്ട പറയുന്നിടത്തും ഖല്ലാലിന്റെ ഇതേ ഇബാറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. ഖല്ലാലിന്റെ ഇബാറത്ത് قال الخلال أخبرني أبو المثنى أن أبو داود حدثهم قال سمعت أحمد بن حنبل رضي الله عنه പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ബി ഹദീസിൽ ഹൈസം, ഇതേ ഹൈസം എന്നവരുടെ ഹദീസ് അൻ അബ്ദുല്ലാഹി ബിൻ മുസന്ന അൻ സുമാമത്ത അൻ അനസിൻ അന്ന നബിയ അഖ അൻ നഫ്സിഹി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹദീസിനെ സ്വഹീഹാക്കുകയാണ് ചെയ്യുന്നത് ഇബ്നുൽ ഖയ്യിം. ശേഷം ദുർബലമായ നേരത്തെ പറഞ്ഞ ആ സനദുകളൊക്കെ വിവരിക്കുന്നുമുണ്ട്. അപ്പൊ സത്യത്തിൽ ഇതാണ് ഈ വിഷയത്തിലുള്ള ഒരു തഹ്ഖീഖ് എന്ന് പറയുന്നത്. ഈ തഹ്ഖീഖ് ഇമാം ഇബ്നു ഹജർ ഹൈതമി അവരുടെ തുഹ്ഫത്തുൽ മുഹ്താജിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ ഇത്ലാഖ്, മൊത്തത്തിലുള്ള ബാത്തിൽ എന്നുള്ള ആ പ്രയോഗം, അതൊരു തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫതുഹുൽ ജവാദിൽ പറയാണ്, അല്ല, അത് ആ വാദം ഇമാം നബവിയുടെ ഇത് മൊത്തം ബാത്തിലാണെന്നുള്ള വാദം അത് മർദൂദാണ്. ബൽ ഹുവ ഹദീസുൻ ഹസനുൻ, ഈ ഹദീസ് ഹസനാണ്. അതുപോലെ തുഹ്ഫത്തുൽ മുഹ്താജിൽ കാണാം ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാ തുറുക്കിൽ കൂടിയും ബാത്തിൽ എന്ന് പറയാൻ സാധ്യമല്ല, പല തുറുക്കളിലൂടെയും നേരത്തെ പറഞ്ഞ ഇമാം തുബറാനി അടക്കമുള്ള ഒരു തുറുക്കിലൂടെയും ഈ ഹദീസ് സ്വീകാര്യമായിട്ട് വന്നിട്ടുണ്ട് എന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളൊക്കെ വ്യക്തമാണ്. പക്ഷെ ഞാൻ പ്രധാനമായി ഉദ്ധരിക്കാൻ കാരണം
ആരാണോ എതിർക്കുന്നത് അവർക്ക് തന്നെ വേണ്ടപ്പെട്ടവർ ഇതുമായി ബന്ധപ്പെട്ട വളരെ വിശദീകരിച്ചിട്ടുള്ള നല്ലൊരു പഠനം ഈ വിഷയത്തിൽ കാഴ്ചവെച്ചതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അള്ളാഹു താല നമുക്ക് ഇൽമ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ചില ആളുകളുണ്ട്, എത്ര സത്യം പറഞ്ഞാൽ, എത്ര ഇമാമിങ്ങളെ കൊണ്ടുവന്നാലും തഫ്സീറുകൾ കൊണ്ടുവന്നാലും അത് മുസ്ലിയാക്കന്മാരുടെ വാദം മാത്രമാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുണ്ട്. അവർക്ക് ആക്ഷേപിക്കാം. നമ്മൾ യഥാർത്ഥമായി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അത് ഹക്കോടെ നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. അല്ലാതെ എന്തു പറഞ്ഞാലും ഞാൻ ചിന്തിക്കുന്നതേ സ്വീകരിക്കൂ എന്ന നിലപാടാണെങ്കിൽ അവരോട് നമുക്ക് യാതൊരു ഉപദേശവുമില്ല. നമ്മൾ നസീഹത്ത് ചെയ്യുന്നത് കാര്യങ്ങൾ പഠിക്കണം. ചില ആളുകൾ സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു പോയവർ, അവർക്ക് കാര്യം മനസ്സിലാകണം എന്ന്. അപ്പൊ ഈ വിഷയത്തിൽ, ഈ ഹദീസിന്റെ വിഷയത്തിൽ ഇനി ഈ കാടടച്ചുള്ള വെടിവെപ്പ് അവസാനിക്കുക. ഇമാം നബി റളിയല്ലാഹു അൻഹു കൂട്ടുപിടിച്ചുകൊണ്ട് പറയുന്ന ഈ വിഷയം അത് ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ, അത് ചില ഭാഗങ്ങളിൽ കൂടിയുള്ള തരീഖിൽ കൂടെയുള്ള ഹദീസ് മാത്രമാണ് ദുർബലമായിട്ട് വന്നിട്ടുള്ളത്. മറ്റൊരു തരീഖുള്ളത് ഹസനാണ്. അത് ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക.